അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, ഡിവൈൻ അക്കാഡമിയുടെ ഇങ്ങനൊരു സദസ്സിൽ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. ഇന്നിവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ഡിവൈൻ ഖുർആൻ അക്കാഡമിയിൽ വന്നതിന് ശേഷം എൻ്റെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ, ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ വന്ന ഏതാനും ചില മാറ്റങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ്. അൽഹംദുലില്ലാഹ്, ഡിവൈൻ ഖുർആൻ അക്കാഡമി അല്ലെങ്കിൽ നമ്മുടെ ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയ സന്തോഷവും അതിലുപരി അതിനേക്കാൾ വലിയ അഭിമാനവുമായി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഖുർആൻ ക്ലാസ്, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സംഘത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഡിവൈൻ ഖുർആൻ അക്കാഡമി എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാത്രം ചർച്ച ചെയ്യുന്ന, മറ്റൊരു ഭൗതിക ലക്ഷ്യവും ഇല്ലാതെ ആത്മീയ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ഞാനെന്ന വ്യക്തിയെ പരിവർത്തനം ചെയ്തുകൊണ്ട് ഒരു നല്ല സമൂഹത്തിനും അതിലുപരി നാളെ ആഖിറത്തിൽ മുതൽക്കൂട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, അത്തരം പ്രേരണകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നെ എത്തിക്കാൻ അൽഹംദുലില്ലാഹ് ഡിവൈൻ ഖുർആൻ അക്കാഡമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാം ഓരോരുത്തരും സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും തുടർന്നു വന്ന ജോലി മേഖലയിലുമെല്ലാം ഒരുപാട് സംഘങ്ങൾക്കും ഒരുപാട് കൂട്ടങ്ങൾക്കുമൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയം നാം ഒന്ന് മുന്നോട്ട് നോക്കിയാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യമാണ് അതിൽ ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ നാളെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കേടിന് കാരണമാകുന്ന കാര്യങ്ങളാണ് കൂടുതൽ അത്തരം ചർച്ചകളിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്, ഡിവൈൻ ഖുർആൻ ക്ലാസ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഖുർആൻ അക്കാഡമിയുടെ ഭാഗമായിട്ട് ഈ 3 വർഷങ്ങൾക്കിടയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അള്ളാഹു നാളെ നേട്ടമായി നൽകുന്ന എത്ര സമയം എനിക്ക് മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഖുർആൻ ക്ലാസ്സിൽ വന്ന അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിൻ്റെ നമ്മുടെ ഉസ്താദും നമ്മുടെ സാറും നമുക്ക് നൽകിയ അറിവുകൾ, അതിനുവേണ്ടി നാം മാറ്റിവെച്ച സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിവൈൻ ഖുർആൻ അക്കാഡമിയിലൂടെ ലഭിച്ച മറ്റൊരു സൗഭാഗ്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കുറിച്ച് നാം ഒന്ന് സ്കാൻ ചെയ്താൽ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു പ്രോസസ്സിങ് ഹൃദയത്തിൽ വർദ്ധിച്ചത് ഒരുപക്ഷെ ഡിവൈൻ ഖുർആൻ അക്കാഡമിയിൽ വന്നതിന് ശേഷമായിരിക്കും. നാം ഓരോരുത്തരും ജീവിതത്തിന്റെ പല മേഖലയിൽ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതിൽ എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ടോ ആ തീരുമാനം എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിനോട് എനിക്ക് ചോദിക്കാൻ സാധിച്ചത് ഒരുപക്ഷെ നമ്മുടെ ഡിവൈൻ ഖുർആൻ അക്കാഡമിയിൽ ചർച്ച ചെയ്ത ഷഹാദ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ അർത്ഥതലങ്ങളിലേക്ക് എത്തുമ്പോഴാണ്. ഒരുപക്ഷെ പലപ്പോഴും പല തീരുമാനങ്ങളിലും അല്ലെങ്കിൽ ഞാൻ എടുത്ത പല സമീപനങ്ങളിലും ഞാൻ ഇലാഹായി കണ്ടത് എൻ്റെ കുടുംബത്തെയോ എൻ്റെ ഭാര്യയെയോ എൻ്റെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെയോ ആണ്. ഒരുപക്ഷെ എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നില്ല എന്നറിഞ്ഞിട്ടും ഞാൻ എടുത്ത പല തീരുമാനങ്ങളും മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം മാനസികാവസ്ഥയിൽ നിന്നും ഒരു കാര്യം പുതുതായി ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ റബ്ബ് അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എനിക്കത് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത് അൽഹംദുലില്ലാഹ് നമ്മുടെ ഖുർആൻ ക്ലാസ്സിന് വലിയ പങ്കുണ്ട്. മാത്രമല്ല, യഥാർത്ഥ ഖിലാഫത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കണമെന്ന് തോന്നിയതും നമ്മുടെ ഡിവൈൻ ഖുർആൻ അക്കാഡമിയിലൂടെയാണ്. അങ്ങനെ പറയാൻ കാരണം, നാം മനസ്സിലാക്കിയ സത്യം എന്നിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നും എൻ്റെ സ്വാർത്ഥ ചിന്തയിൽ മാത്രം നിൽക്കേണ്ടതല്ല, നമ്മൾ എന്ന വിശാല ചിന്തയിലേക്ക് എത്തേണ്ടതാണ് എന്ന് തോന്നലുണ്ടാക്കിയത് അൽഹംദുലില്ലാഹ് ഡിവൈൻ ഖുർആൻ അക്കാഡമിയിലൂടെയാണ്. കാരണം ജോലി സ്ഥലത്തും സുഹൃത്തുക്കൾക്കിടയിലും അമുസ്ലിങ്ങളും മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരുപാട് പേരുമായി നമ്മൾ സഹവസിക്കാറുണ്ട്. എന്നാൽ നമ്മളൊന്ന് ചോദിച്ചു നോക്കേണ്ട, സ്വന്തം ഹൃദയത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ കാരണം ഒരാൾക്ക് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥ എനിക്ക് പ്രയോജനപ്പെടുന്നതാണോ, നാളെ ആഖിറത്തിന് ഗുണകരമാകുന്നതാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു തോന്നലുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നാളെ മഹ്ശറയിൽ വെച്ച് ഒരുപക്ഷെ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, എൻ്റെ കൂടെ നടന്ന ഈ കൂട്ടുകാരൻ വഴി അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് ജോലി ചെയ്ത എൻ്റെ ഈ സഹപ്രവർത്തകൻ വഴി ദീനിന്റെ ഒരു വെളിച്ചം എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാൻ ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല എന്നൊരു പക്ഷേ പറഞ്ഞേക്കാം. അതുപോലെ തന്നെ ഡിവൈൻ ഖുർആൻ അക്കാഡമി സ്വാധീനം ചെലുത്തിയ വലിയൊരു മേഖലയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപക്ഷെ അള്ളാഹു അനുവദിക്കുന്നില്ല എങ്കിൽ പോലും നാം പലരുടെയും വേഷവിധാനങ്ങളും ജോലിയും ഒക്കെ വെച്ച് അവർക്ക് മാർക്കിടാറുണ്ട്. അള്ളാഹു അനുവദിക്കുന്നതല്ല, അള്ളാഹു മാർക്കിടാൻ അനുവദിച്ച ഒരു മേഖലയിൽ നമുക്ക് കൈയെടുത്ത അനുവാദവുമില്ല. എങ്കിൽ പോലും പലപ്പോഴും ഒരു വ്യക്തിയുടെ രൂപമോ ഭാവമോ കണ്ട്
അദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റി നാം പല നിരീക്ഷണങ്ങൾ നടത്തും. അദ്ദേഹം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന കുറെ തോന്നലുകൾ നമ്മുടെ മനസ്സിൽ ഇബ്ലീസ് ഉണ്ടാക്കും. ഒരുപക്ഷെ ഈ ഖുർആൻ അക്കാഡമിയിൽ വന്നതിന് ശേഷം എൻ്റെ റബ്ബുമായി എനിക്ക് ഇനിയും ഒരുപാട് ദൂരം അടുക്കാനുണ്ട് എന്ന് തോന്നിയത് ഒരുപക്ഷെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ്. കാരണം മനസ്സിൽ പലപ്പോഴും നിസ്സാരരായി കണ്ട പലരും ഖുർആന്റെ മേഖലയിൽ അല്ലെങ്കിൽ അള്ളാഹുവുമായി അടുക്കുന്ന മേഖലയിൽ അല്ലെങ്കിൽ അടുക്കാൻ പരിശ്രമിക്കുന്ന മേഖലയിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ചിലരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഖുർആൻ ക്ലാസ്സിലും മറ്റു എക്സാമിലാണെങ്കിലും ക്ലാസ്സിലെ പൊതുവായ പരിപാടികളിലുമാണെങ്കിലും അള്ളാഹുവുമായിട്ടുള്ള ആത്മബന്ധം വിവരിക്കുന്ന സമയത്ത് റബ്ബേ ഞാൻ ഒന്നും എത്തിയിട്ടില്ല അല്ലെങ്കിൽ എനിക്കൊന്നും ആകാൻ പറ്റിയിട്ടില്ല എന്നൊരു പരിവർത്തനം ഉണ്ടാക്കിയത് അൽഹംദുലില്ലാഹ് ഖുർആൻ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ്. അതുപോലെ ഖുർആന്റെ മേഖലയിലേക്ക് വന്നാൽ മാഷാ അല്ലാഹ് ഖിറാഅത്തിലാണെങ്കിലും നമ്മുടെ നിയമങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഷരീഫിലൂടെ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് പരിശ്രമിക്കാൻ പോലും നമുക്ക് സാധിച്ചിരുന്നില്ല ഈ ക്ലാസ്സിൽ വരുന്നത് വരെ. എന്നാൽ കുറച്ചുകൂടി ഖുർആൻ പഠിക്കണമെന്നും ഖുർആന്റെ മേഖലയിൽ കുറെ കൂടെ മുന്നോട്ടെത്താനുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കിയതും അൽഹംദുലില്ലാഹ് ഈ ക്ലാസ്സിലൂടെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകൾക്കും അല്ലാഹു തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. ഈ ക്ലാസ്സിൽ വരുന്നവരും ഇനി വരാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ സ്വന്തം നെഫ്സിനോട് ഞാൻ തന്നെ പറയുകയാണ്, ഇവിടെ നിലയുറച്ച് നിൽക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ തീരുമാനിക്കാതെ ഒരിക്കലും ഈ ക്ലാസ്സിലോട്ട് നമുക്ക് പുറത്തു പോവില്ല. ഞാൻ ഇവിടെയുണ്ട് അല്ലെങ്കിൽ മരണം വരെയും ഖുർആന്റെ ആളായി ഇവിടെ നിൽക്കും എന്ന് നാം തീരുമാനിച്ചാൽ ആ തീരുമാനമായിരിക്കും ഒരുപക്ഷെ നാളെ നമ്മുടെ വിജയത്തിന് കാരണമാകുന്നത്. അൽഹംദുലില്ലാഹ് മരണം വരെയും ഖുർആന്റെ ആളുകളായി നമുക്കിവിടെ നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Thank you for sharing your experience with us.